ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നടൻ മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പരാതിക്കാരനായ അഭിഭാഷകൻ എബ്രഹാം പി മീഞ്ചങ്കര 3 ജോഡി ആനക്കൊമ്പുകളുടെ കാര്യം മറച്ചുവെച്ചത് എന്തിനെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. പിടികൂടിയ 2 ജോഡിക്ക് പുറമെ 3 ജോഡി ആനക്കൊമ്പുകൾ കൂടി ഉണ്ടെന്നാണ് മോഹൻലാലിന്റെ വെളിപ്പെടുത്തൽ. ആനക്കൊമ്പുകൾ സമ്മാനമായി കിട്ടിയതെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. ആനക്കൊമ്പിൽ നിർമ്മിച്ച 13 ശില്പങ്ങളും കൈവശമുണ്ട്. ഒറ്റത്തവണ പരാതി തീർപ്പാക്കൽ നടപടിക്ക് അവസരം നൽകിയപ്പോഴാണ് ഈ മറുപടി. ശാസ്ത്രീയ പരിശോധന നടത്താൻ വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, എന്താണ് ഈ പരാതിക്കാരനായ അഭിഭാഷകൻ ഉന്നയിക്കുന്ന വിഷയം? ടോം, ഈ ഒരു പുതിയ വിജ്ഞാപനത്തിന്റെ ഭാഗമായിട്ടാണ് മോഹൻലാലിന്റെ വീട്ടിൽ മലയാറ്റൂർ DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ എത്തിയത്. ആ സമയത്താണ് മോഹൻലാല് 3 ജോഡി കൊമ്പുകൾ കൂടി തന്റെ കൈവശമുണ്ടെന്ന കാര്യം DFOയോട് പറയുന്നത്. DFO അത് കൃത്യമായി എഴുതിയെടുക്കുകയും അതിന്റെ ഈ ആനക്കൊമ്പുകൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കണം, അതിന്റെ തെളിവുകളടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് മടങ്ങുകയും ചെയ്തു. അതിനിടയിലാണ് ഈ പരാതിയുമായി അഭിഭാഷകൻ രംഗത്തെത്തിയത്. ഈ അഭിഭാഷകൻ തന്നെയായിരുന്നു നേരത്തെയും പരാതി നൽകിയത്. അഭിഭാഷകൻ പറയുന്നത് പ്രകാരം അതെങ്ങനെയാണ് 2015-ലും 2016-ലും 2 തവണയാണ് ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി വനം വകുപ്പ് മോഹൻലാലിനെ സമീപിച്ചത്. അന്നൊന്നും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താത്ത മോഹൻലാല് എന്തുകൊണ്ടാണ് ഇത്തവണ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്? അത് വനം വകുപ്പും മോഹൻലാലും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ്. അതായത് മോഹൻലാലിന്റെ കൈവശം എന്തൊക്കെ ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വസ്തുക്കളുണ്ടോ ഇതെല്ലാം കൃത്യമായി വനംവകുപ്പിന് നൽകിക്കഴിഞ്ഞാൽ വനംവകുപ്പ് ഈ നിയമ സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഈ തീർപ്പാക്കലിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും പിന്നീട് മോഹൻലാലിന് അത് കൈവശം വെക്കുന്നതിന് വേണ്ടി മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന നിയമസഹായം നൽകും എന്നതിന്റെ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് അഭിഭാഷകൻ എബ്രഹാം പി മീഞ്ചങ്കര എന്താണ് പ്രതികരിച്ചതെന്ന് കേൾക്കാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് മോഹൻലാലിനെതിരെ അഡ്വക്കേറ്റ് എബ്രഹാം ഉന്നയിക്കുന്നത്. ശ്രീ മോഹൻലാൽ 2 തവണ ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട്. ഒന്ന് 2015 2 പെയർ ആനക്കൊമ്പിനെക്കുറിച്ചും അതിന് കഴിഞ്ഞിട്ട് 13 ഐവറി ശില്പങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ 2026 ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിയമം എത്രമാത്രം നിൽക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ അമ്നസ്റ്റി സ്കീമിൽ മോഹൻലാൽ ആദ്യം കൊടുത്ത 2 ഡിക്ലറേഷൻ കൂടാതെ 3 പേർ ഐവറി ഉണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം അത് 2015-ലും 2016-ലും പറയേണ്ട ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞില്ല എന്നുള്ള ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ട്. സാധാരണക്കാരനെ പോലെയല്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇത്രയും നാളും പറയാത്തപ്പോൾ അത് വനവകുപ്പ് അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഇനിയും സർക്കാരിൻ്റെ പരിഗണനയിലായിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് അത് എൻക്വയറി നടത്തണം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഒരു ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ വെറാസിറ്റി മനസ്സിലാക്കി അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ടെസ്റ്റുകളും അതുമാത്രമല്ല സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം കണ്ടിട്ടാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു സർക്കാർ അതനുസരിച്ച് തന്നെ ചെയ്യുള്ളൂ. വീണ്ടും നവമി ദിനേശിലേക്ക്. നവമി, ഇത് ഒറ്റത്തവണ തീർപ്പാക്കൽ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് കാര്യം എത്തിയത്. പക്ഷേ ഈ അഡ്വക്കേറ്റ് എബ്രഹാം വീണ്ടും നിയമപോരാട്ടം തുടരുമെന്നാണോ അദ്ദേഹം സൂചിപ്പിക്കുന്നത്? അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ടോമി, സാധാരണക്കാരന് ഒരു നിയമം മറ്റൊരാൾക്ക്, ഇപ്പോൾ മോഹൻലാലിനെ പോലെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് മറ്റൊരു നിയമവുമാണോ ഇവിടെ നടപ്പാക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം മോഹൻലാലിന്റെ കേസ് എടുക്കുന്ന അതേ ദിവസം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ, ഈ ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തിയുടെ കേസ് പരിഗണിക്കുകയുണ്ടായി. അന്ന് സർക്കാർ എടുത്ത നിലപാട് ഈ ആനക്കൊമ്പ് കൈവശം വെക്കുന്നതിന് അനുമതിയില്ല എന്നാണ്. പക്ഷെ അതേ സർക്കാർ തന്നെ
മോഹൻലാലിന്റെ കേസിലേക്ക് വരുമ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് അടക്കം നൽകാം, അല്ലെങ്കിൽ ആനക്കൊമ്പ് കൈവശം വെക്കുന്നതിന് പ്രശ്നമില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേർക്ക് രണ്ട് തരത്തിലുള്ള നീതി എന്തുകൊണ്ടാണ് നടപ്പാക്കുന്നത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതായത് മോഹൻലാലിന്റെ കയ്യിൽ ഇപ്പോൾ 5 ജോഡി ആനക്കൊമ്പാണുള്ളത്. അതോടൊപ്പം തന്നെ 13 ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങളുമുണ്ട്. ഇത് പാരമ്പര്യമായി കൈമാറിയിട്ടുള്ള ആനക്കൊമ്പാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ വേണം. പക്ഷെ ആ രേഖകളൊന്നും തന്നെ മോഹൻലാൽ ഇതുവരേക്കും ഹാജരാക്കിയിട്ടുമില്ല. മോഹൻലാൽ വനം വകുപ്പിനോട് പറഞ്ഞത് തന്റെ മുത്തശ്ശി, അതായത് അമ്മയുടെ അമ്മയാണ് തനിക്ക് ഈ ആനക്കൊമ്പുകൾ തന്നതെന്നാണ്. പക്ഷെ അത് തെളിയിക്കുന്ന രേഖകൾ മോഹൻലാലിന് വനം വകുപ്പിന് മുന്നിൽ സമർപ്പിച്ചേ മതിയാകൂ. നിലവിൽ മോഹൻലാൽ അത് വാക്കാൽ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് മോഹൻലാലിന്റെ പക്കൽ മറ്റ് തെളിവുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇതിലൊരു സമഗ്രമായ അന്വേഷണം വേണം, ഇതിൽ DNA പരിശോധന അടക്കം നടത്തണമെന്നാണ് ഈ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. ഈ ആനക്കൊമ്പുകളല്ല, അതായത് ഈ ആറ് ആനക്കൊമ്പുകളും 6 ആനകളുടേതാണെങ്കിൽ അത് മോഹൻലാലിനെ സംബന്ധിച്ച് വലിയ കുരുക്കിലേക്ക് തന്നെയായിരിക്കും നീങ്ങുക. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് അഡ്വക്കേറ്റ് എബ്രഹാമിന്റെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.